ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ ഗസ്റ്റുള്ള എപ്പിസോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു ഈ മരം വെട്ടിക്കൊണ്ട്. എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ എന്താ കുറച്ച് എമറാൾഡും കൂടെ ഒപ്പിച്ചിട്ട് അവിടെ ഒരു വാണ്ടറിംഗ് ഡ്രൈവർ ഉണ്ട് വീട്ടിന്റെ തൊട്ടടുത്തായിട്ട്. ആ വാണ്ടറിംഗ് ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് തൈയും സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പൊ ഞാൻ കിട്ടുന്നതൊക്കെ വെച്ച് അതൊക്കെ വാങ്ങണമെന്നായിരുന്നു. എനിക്ക് പിന്നെ എന്റെ അയൽഫാർമിൽ നിന്നാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എന്താണെന്നറിയാം, അയൽഫാർമിന്റെ താഴെയായിട്ട് ഞാൻ ഒരു കൊച്ചു തുള ഉണ്ടാക്കി. ആ തുള വഴി വില്ലേജറിന് സ്റ്റിക്ക് കൊടുത്ത് എമറാൾഡ് ഒപ്പിക്കും. അങ്ങനെയാണ് ഞാൻ ഇതുവരെയായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോഴെങ്ങനെ വാണ്ടറിംഗ് ഡ്രൈവർ റീസ്പോൺ ആരാണെങ്കിൽ ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ആ വില്ലേജറുടെ കയ്യിൽ നിന്ന് കുറെ കൂടെ ആരോ വാങ്ങിക്കുക. ആരോ ആർക്കോ വെക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടോ. ഞാനിങ്ങനെ വെട്ടി 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 അങ്ങ് പോവേ, എങ്ങോട്ട് പോയെന്ന് പോലും ഞാൻ അറിയില്ല. എന്റെ വീടത് തിളങ്ങി തിളങ്ങി നിൽക്കണം. ക്രൂസിന്റെ അണ്ണൻ റീസ്പോൺ ആയെന്നാണ് തോന്നുന്നത്. അണ്ണനെ കാണാൻ ഞാൻ അവന് പേരിട്ടു, വാണ്ടറിംഗ് പേരിട്ടു, കുറുപ്പ്, മിസ്റ്റർ കുറുപ്പ്. ഇപ്പൊ ഞാൻ ഒരു സ്റ്റാക്ക് മുട്ടങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് ചാടി ആ വാണ്ടറിംഗ് അന്വേഷിച്ച്, ഭാഗ്യം അണ്ണൻ പോയിട്ടില്ല. അണ്ണൻ അവിടെ തന്നെ ഉണ്ട്. അണ്ണനെ തട്ടിക്കളയാനുള്ള അണ്ണനെ ഞാൻ തട്ടിയില്ല. കാരണം അണ്ണൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അണ്ണൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അണ്ണാന്ന് വിളിച്ചപ്പോ വിളിയാട്ടുണ്ട്. 99 കൂടുതലുണ്ടപ്പം. എല്ലാം പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ട് നാല് സ്റ്റാക്കിന് ഇനി സ്റ്റിക്കാക്കും. വലിയൊരു മിസ്റ്റേക്ക്. കുറച്ച് ഗൺ പൗഡർ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കിപ്പോ ഒരു മോബ് ഫാർമ് പെട്ടെന്നുണ്ടാകും. എന്റെ എത്ര സ്റ്റിക്ക് ഉണ്ടെന്ന് നോക്കാം. 4 സ്റ്റാക്ക് സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഉണ്ടാക്കാമല്ലോ അത്. ഞാൻ കയ്യിരിക്കുന്ന വുഡ് മുഴുവൻ എടുത്തും ഞാൻ ഈ ലെവൽ ഒപ്പിക്കാനാണ് ഈ പണിയില്ലാണ്. ഞാൻ ഇഷ്ടം പോലെ സ്റ്റിക്ക് ഫയൽ ചെയ്യും. സ്റ്റിക്ക് 4 വെച്ചിട്ടുണ്ട്, അപ്പൊ നഷ്ടമില്ല. 1 2 1 2 3 4 5 6 7 8. അയ്യോ അമ്മനോടൊപ്പം നോക്ക്. ഞാൻ വിചാരിച്ച അണ്ണൻ പോയ പൊക്കളൊക്കെ. പിന്നെ ഞാൻ അണ്ണന് പട്ടിയെ അണ്ണാമാര് നോക്കിടിക്ക. അതെന്ത് ഇങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്തോണ്ടിരിക്കട്ടെ. നമ്മക്കിടക്ക് ഇങ്ങനെ ഇൻവെന്ററിയും കൂടെ നോക്കണം.
അവനിപ്പോ നെക്സ്റ്റ് ലെവലായെന്നാണ് തോന്നുന്നത്. നമുക്ക് അറുപത്തിനാല് സ്റ്റിക്ക് അവനെ പറ്റിച്ച് കുറച്ച് ഇനി നമുക്ക് നമ്മൾ അണ്ണന്റെ കൈ കൊണ്ട് കൊടുത്ത് കുറച്ച് കളർ വാങ്ങാം. എനിക്ക് എമറാൾഡ് 12 ഉണ്ട്. എടുക്കി സാധനം എടുക്കി. എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യപ്പെട്ടോ. അമ്മ എന്റെ ഒരു എമറാൾഡും കൂടെ ഇതും വേണ്ട. ഇതും വേണ്ട. ഇതും വേണ്ട. ഇത് വേണ്ട. ഇതും വേണ്ട. ഇതും എനിക്ക് കളർ മതിയെന്ന്. നിങ്ങള് കളർ തരുന്നുണ്ടോ? എനിക്ക് കളർ വേണം. നിങ്ങൾക്ക് എന്റെ ഫാർമിൽ പണിയെടുക്കണോ? ഒരുപാട് കളർ എടുത്തോളും. അത് പറഞ്ഞപ്പോഴത്തേക്കും കള ഓടിക്കളയും. തട്ടിക്കളയാണെങ്കിൽ തട്ടിക്കളയും. ഇന്നലെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്റെ ഔട്ട് പോസ്റ്റിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. നിങ്ങളാരും പറഞ്ഞില്ല, എന്നാലും ഞാൻ പറയും. പൂച്ചേന്റെ അത്ത എന്ത് വെക്കാൻ പറ്റും? അമ്മന്റെ കൊടുത്ത സാധനോടൊപ്പം ഞാൻ ആർക്കട്ടെ. അല്ല പിന്നെ അല്ല, ഈ കൊച്ചു പൂച്ച എന്തിനാണ് എന്റെ വാമി കയറി വരുന്നത്? അപ്സു അല്ല കുക്കു, ആരും ഇങ്ങോട്ട് കയറ്റി വിട. ഞാൻ കുളിക്കാത്ത അടിയേ. ആരെങ്കിലും അതോട്ട് കയറ്റി വിട്ടാ എന്നെ ചുരുട്ടിക്കൂട്ടി ഞാൻ എന്റെ അകത്തിട്ടു. അവസാനം നീ എന്റെ ചെടിക്ക് ബോൺ മീറ്റാവും. നിന്റെ ബോണ് ഞാൻ ഊരിയെടുക്കും. അതുകൊണ്ട് ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ട. ഒറ്റ പൂച്ച കുഞ്ഞിനെ പോ കയറ്റി വിട്ടാ പിന്നെ ഞാൻ ചുരുട്ടിക്കൂട്ടും, വെള്ളത്തിന്റെ അകത്തിടും, വെട്ടിയോടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തള്ളും, അല്ലെങ്കിൽ കടലിൽ തള്ളും. തൊട്ടപ്പുറത്ത് കടലാണ്. പൂച്ച എന്നെ കണ്ട പോടി. ക്രീപ്പർ വന്ന് പ്രത്യേകം അവനതോ ആ ആൺകോളം മാമന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കൊടുക്കാം. ഒരു പണി തന്നാലോ? വേണ്ട, എനിക്ക് നിന്നെ കൊല്ലാൻ വയ്യ. ആ അയൺകുളത്തിന് അടി കൊടുത്തിട്ട് നിന്നെ എഴുപ്പിച്ചോളണമെങ്കിൽ നീ ചെന്ന് അയൺകുളത്തിന് അടിക്കും. അവസാനം നിന്നെ അയൺകുളം പഞ്ഞിക്കിടും. നിനക്ക് ആർമഡിലുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. ബാക്കി വരുന്ന സീലിനെ തുറന്നിന്റെ അകത്ത് തട്ടിയിട്ട് കുറച്ച് പൊട്ടാറ്റോ. ഈ പൊട്ടാറ്റോ ഞാൻ ഫാർം ചെയ്യുമ്പോ അതെല്ലാം പ്രോഫിറ്റ് ആണ്. ഒരിക്കലും അത് നമ്മുടെ ഹാർഡ് വർക്ക് അല്ല. ദാറ്റ് ഈസ് അവർ പ്രോഫിറ്റ്. ഇത്രയൊക്കെ ഇവിടെ വളർന്നിട്ടുള്ളൂ. ഉറപ്പായിട്ട് എന്റെ കുറച്ച് സീഡൊക്കെ കാണും. കിട്ടുന്നതൊക്കെ നട്ടുപോയി. ഞാനിവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ഇതാവുന്നു, ടേസ്റ്റ് ആവുന്നു. വെള്ളത്തിന്റെ അടുത്ത് 2 സാൻഡ് കൊണ്ടിട്ടിട്ട് അവിടെ ആയിട്ട് എന്റെ ഷുഗർ കെയിൻ എല്ലാം ഇതാക്കി വെക്കണം. അതൊക്കെ ഞാൻ ചെയ്യാം. സ്റ്റിക്ക് 14 കയ്യിലിരിക്കണം. എന്റെ വീട്ടിൽ ഇന്നലെ കുറച്ച് ഭാഗം കത്തിപ്പിടിച്ച്. ഞാൻ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയത്. അയ്യോ, സീഡൊന്നും ഇല്ല ഇനി എന്റെ കയ്യില്. ഞാനപ്പോ ഇവിടെ എന്തോന്ന് നട്ടു വയ്ക്കും? ഉണ്ടായിരുന്ന സീഡിനെ ഞാനത് ഇന്ന് കളയാൻ പറ്റും. സീഡൊക്കെ എന്റെ വീട്ടിൽ കാണും. നീ ഇവിടെ തന്നെ നിന്നോ. പറഞ്ഞതിന് മുമ്പ് രാത്രിയാവണം. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങൂല. അതുകൊണ്ട്
ലൈറ്റ് പോസ്റ്റിലെ ലൈറ്റ് ഓൺ ആക്കാം. ഇവിടെ ലൈറ്റും കൂടെ കിടക്കുമ്പോ ഇത്തിരി വെളിച്ചമുണ്ട് ഇവിടെ. ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തോണ്ട് വരാം. എന്റെ വീട്ടില് പ്രത്യേകിച്ച് ആ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊള്ളാല്ലേ. അപ്പൊ ഞാൻ ഇനി എന്തിനാണ് വീട്ടില് സ്പീഡ് ഉണ്ടാകുന്നെങ്കിൽ കൊള്ളാം. ഇല്ല, സ്പീഡില്ല. അപ്പൊ ഈ പെട്ടിക്കകത്ത് ഇവിടെ ഇല്ല. പെട്ടിക്കകത്തെല്ലാം ചവറുമായിരിക്കും. രണ്ട് ഉമ്മയിരിപ്പം. ഉമ്മയാര് തിന്നാനാ? എടായി ഇറങ്ങാത്തത്. ഉണ്ടാക്കിയിട്ട് ഞാൻ 10 സ്റ്റാക്കോ 11 സ്റ്റാക്ക് എത്ര ഞാനിവിടെ ഈ റെഡ് ഷൾക്കറിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 സ്റ്റാക്ക് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ട പിസ്റ്റൺ ആണ്. പിസ്റ്റൺ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ നേരത്തല്ല. ഉറങ്ങിട്ടിരിക്കാം. ഇന്ന് രാത്രി ആരും ഉറങ്ങൂലെന്ന് ഞാൻ ഉറങ്ങും. ഓൺമയിലും ഞാൻ ലൈറ്റ് പോസ്റ്റിലെ ലൈറ്റ് അണക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ അണയ്ക്കാം. മണ്ടേ കയറണമെന്നില്ല. മണ്ടേ കയറണമെങ്കിൽ ആരെങ്കിലും സ്പൈ ചെയ്യാനേ ഞാൻ മോളിൽ കയറാം. ഒരു സ്പീഡ് കിട്ടി. ഞാൻ സ്പീഡ് ഇറങ്ങി പോകും. പോയവേ എന്തോ അവനെ കൊന്നിട്ടൊന്നും കിട്ടിയില്ല. എന്ത് അവൻ എനിക്കൊന്നും തന്നില്ല. ഒന്നും തന്നില്ല. കളക്ട് ആവുന്ന സത്യം കേട്ടില്ല. ഇന്നലെ ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്യാമറകളിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ക് മൊത്തം പൊളിച്ചു കളഞ്ഞു. ഞാനാണിപ്പോ ഈ വേൾഡിന്റെ റിച്ച്. ഇവിടെ കണ്ട ഒരു ഗണ്ണ് പോലെയൊക്കെ ഞാൻ വരച്ചു. നമുക്ക് ഈ ഊളെല്ലാം ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇരുന്നിട്ട് ഞാനൊരു മൈനിങ് ചെയ്യാന്നാണ് ഞാൻ ഇപ്പൊ കരുതുന്നത്. കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. നമുക്ക് നെതറിലോട്ട് പോവാം. നെതറിലോട്ട് പോകാനുള്ള ഒബ്സീഡിയൻ എന്തെങ്കിലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇരുന്നൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കാം. മൈനിങ് ഏരിയ ഇങ്ങോട്ട് വേണം ഉണ്ടാക്കാം എന്ന് എനിക്ക് പേടി. ഉണ്ടാക്കുക. അങ്ങനെ നിക്കണമെങ്കിൽ ഹീറോ പ്രൈം ഒന്ന് ഫ്രണ്ട് ചെയ്യുന്ന എന്തിരിക്കുന്നു. ഗെയിമെല്ലാം ഞാൻ തീർന്നു. എന്താ അത് മൈനിങ് ഏരിയ വരാനുള്ള അത്രയും ഭാഗം ഞാനൊന്ന് വരച്ചിടാം. കുറച്ച് ദിവസം എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ട്. നീ കാരണം ഞാൻ ഇവിടെ ഡർപ്പം വെട്ടിച്ചു വെച്ചു. ഇവിടെ എന്നെ ഒത്തിരി പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിടറാ. കണ്ടത് ഗ്രാസ് ബ്ലോക്ക് ആകുന്ന സ്പീഡ് കണ്ട. അത് അത്രയ്ക്ക് അവിടെ വെളിച്ചമുള്ളതും. പിന്നെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുമെന്ന് തോന്നണല്ല. താഴെ ഇറങ്ങിയിട്ട് ഞാൻ വരച്ചിട്ട് അത്രയും ബ്ലോക്ക് ഞാൻ ഇപ്പൊ
വെട്ടിയിട്ടിട്ട് കൊണ്ടുകൂടെ ഇവിടെ നിന്നാണ് നമ്മുടെ മൈനിങ് സ്പോട്ട്. ഞാൻ എന്റെ പഴയ മൈനിങ് ഏരിയയിൽ ചെന്ന് കയറുമോ ഒരു മൈൻ ചെയ്ത് അതിനും വഴി കുറവാണ്. നമുക്ക് നല്ല താഴോട്ട് പോയിട്ട് TNT ഒക്കെ ഉണ്ടാക്കി താഴോട്ടോട്ട് പൊട്ടിക്കാം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ ഒപ്പിക്കാം. അത് ഇവിടത്തെ അതൊക്കെ ഞാനിപ്പോ വാങ്ങിക്കിരുന്നു. ഒരു മൈനിങ് ഏരിയയുടെ ഒരു സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡെക്കറേഷൻ ആണ്. അതിനെ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും. ഞാൻ പോയി കുറച്ച് സ്പ്രൂസ് ഒപ്പിച്ചിട്ട് വരാം. നേരത്തെ പോയ പോക്ക് തന്നെ ഇപ്പോഴും കുറച്ച് സ്പ്രൂസ് ഒപ്പിക്കാൻ. ആ കിട്ടുന്ന സ്പ്രൂസ് ഉണ്ടല്ലോ അതിനെ നട്ട് വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലും വളവളാ പറഞ്ഞോണ്ട് ചെയ്യാം. നിങ്ങളെല്ലാരും 3 സിനിമ ഉണ്ടോ? ദൃശ്യം 3 സിനിമ അത് ഞാൻ പോയി കണ്ട്. അതൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഉറപ്പായിട്ടും. കണ്ടോ കണ്ടില്ലയോ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. കുറച്ച് കൂട്ടുകൂടെ തന്നെ ഒപ്പിക്കാം. 12 ഒന്നും പോരാ. ഒരു ശകലവും കൂടെ വേണം. മൈൻക്രാഫ്റ്റില് സ്നേക്ക് ഇല്ലാത്ത ഒത്തിരി പ്രശ്നം. സ്നേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ വെനം വെച്ച് ആ വെനത്തിനെ നമുക്ക് ഒപ്പിക്കകത്തോട്ട് പ്രൂവ് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് പോയ്സൺ ആയിട്ട് യൂസ് ചെയ്യാൻ. അതിനടുത്ത് ആരുടെയെങ്കിലും ദേഹത്തോട്ടിറങ്ങിയ അപ്പൊ അവൻ തട്ടിപ്പോന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. പാമ്പിന്റെ വശമൊക്കെ അങ്ങനെയല്ലേ വർക്കാണ്. 17 വുഡ് കിട്ടി. സൂക്ഷിച്ച് വേണം വീടിക്കാൻ. എന്താ തൊട്ട് മേളിലിരിക്കുന്ന ബ്ലോക്കിനാണ് എടുക്കാം. എനിക്കിത് വേണ്ട. ഇവിടെ ഇതിനെ വെച്ച് തുള്ളി 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 ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കണം. ഓട്ടം തിരിച്ചൊന്ന് വെക്കണം. ഇതിനെ മൈൻഡ് ചെയ്തെടുക്കണം. ഇവിടെ അത് നമ്മൾ മൈനിങ് ഏരിയയുടെ ഇതാണ്. നിങ്ങൾക്ക് ഈ മോഡലിലൊക്കെ ചെയ്യാം. ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർ ഇപ്പം ഞാനൊരു കൊച്ചു മൈനിങ് ഏരിയ. ആ 3 വുഡ് കയ്യിലെടുക്കൊണ്ട് ഒരു സ്പ്രൂസ് ലോഗും കൂടെ ആര് തരും? നിന്റെ കയ്യിലുണ്ടോ സ്പ്രൂസ് ലോഗ്? സ്പ്രൂസ് കാര്യം ചെയ്യും. നമുക്കൂട്ട് 2 ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത്രയും നേരം കിട്ടിയ ഡർക്കല്ലേ അടക്കം. ഈ വുഡിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഈ വാക്കൊക്കെ കിട്ടണമെങ്കിൽ നമുക്കിവിടെ ട്രീ ഫാർമ സെറ്റ് ചെയ്യണം. ബൈക്കാം. പന്നിയോടെയൊക്കെ ബ്ലോക്ക് എടുത്താൽ വയ്ക്കാം. കണ്ട ഒരാൾ ഉണ്ടാക്കി കണക്കിരിക്കുക. മൈൻക്രാഫ്റ്റ് തന്നെ ജനറേറ്റ് ആക്കി കണക്കിരിക്കുക. ഒരു കൊച്ച മല ഉണ്ടായിരുന്നു. അതിനെ ഞാൻ തുരന്ന് ഇതിങ്ങനെ നമുക്കിവിടെ കുറച്ച് ഭാഗമൊക്കെ വേണ്ടാതെ കൊണ്ട് ആ ഭാഗമൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യാം. അയ്യോ അതവിടെ ഇരിക്കട്ടെ. 15 ഉണ്ട്. ഇങ്ങനെ ഡർട്ട് വെച്ചിട്ട് ഇവിടെ വേണ്ട.
ഇവിടെയായിട്ട് ഒന്നിങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഇവിടെ ഒരു കൊച്ചു മലയുണ്ടായിരുന്നു. ആ മലയെ ഞാൻ തുരന്ന് എന്റെ മൈനിങ് ഏരിയക്ക്, എന്റെ സ്വന്തം മൈനിങ് ഏരിയ കസ്റ്റം പാക്കുകൾ സെറ്റ് ചെയ്യാം. ഇതിപ്പോ ഇത്രയൊക്കെ തന്നെ ധാരാളം അല്ലേ? പോകാന്തോറും ഇരുട്ട് കയറിക്കൊണ്ടിരിക്കണം. ഇതാണിപ്പോ നമ്മുടെ ഒരു കൊച്ചു മൈനിങ് ഏരിയ എന്ന് വിചാരിക്കുക. അവരൊക്കെ സ്പാം ചെയ്യാറങ്ങ് വെക്കാം. കാണാൻ കുറച്ചും കൂടെ കൊള്ളാം. ഇത് കൊള്ളാം. നമുക്കിപ്പോ മൈനിങ് ഏരിയ നിന്ന് വരാനായിട്ട് കുറച്ച് പാത്തും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യും. അപ്പൊ അതാ ഇതിപ്പോ സെറ്റായിട്ട് എന്റെ മൈനിങ് ഏരിയന്റെ സൈഡിൽ കൂടെ എന്റെ പട്ടിക്കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരും. നമുക്ക് ഇവിടെ കുറച്ച് പണി ചെയ്യാം. 29 ഗോബിൾ സ്റ്റോൺ കിട്ടിയത് അതിന് അവിടെ നിന്ന് ഇങ്ങനെ 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 പ്ലേസ് ചെയ്തിട്ട് പിക്കാസ് എടുത്ത് വെച്ചതാ ഇങ്ങനെ 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 മൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഷവലെടുത്ത് ഇവിടെ നിങ്ങോട്ട് പാത്ത് ബ്ലോക്കാക്കും. അപ്പോഴാ ഒരു ടൈറ്റ്നെസ് കുറഞ്ഞെത്തും. ഇതേ ഇതിപ്പോ കാണാൻ കുറച്ചും കൂടെ കൊള്ളാം അല്ലേ? അയൺകുളം തിരിഞ്ഞു നോക്കുമ്പോ അയൺകുളത്തിന്റെ മുഖത്ത് പൊട്ടിത്തെറിച്ച് കണക്ക് ഇരുന്ന് എന്നെ കൊല്ലാൻ ഇപ്പൊ പെട്ടെന്ന് ഓടി വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഡ്രാമ, ചുമ്മാ ഒരു ഡ്രാമ ഞാനിപ്പോ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവരും. നോക്കിക്കോ, നിങ്ങൾ എല്ലാരും കണ്ടുപിടിച്ചോ. ഞാൻ എന്താ പണിയെല്ലാം എടുത്തിട്ട് തിരിച്ചു നടുവൊന്ന് നേർത്തി നോക്കണേ. അയൺകുളം പെട്ടെന്ന് തിരിഞ്ഞിട്ട് എന്നെ കൊല്ലാൻ പറഞ്ഞു. ഞാൻ എന്റെ അമ്മച്ചിയെ വിളിച്ചോണ്ട് ഞാൻ ആദ്യം ഓടുന്നത് എന്റെ വീട്ടിലോട്ടായിരിക്കും. പക്ഷെ വീട്ടിലോട്ട് കയറിയാൽ അവൻ വരുന്നത് ഒടുക്കത്തെ സ്പീഡിലായിരിക്കും. അവന് ബ്ലോക്കൊക്കെ പൊട്ടിക്കാൻ പറ്റും. ബ്ലോക്കിന്റെ മണ്ടയിൽ കൂടെ വലിഞ്ഞു കയറാൻ പറ്റും. അവൻ ഇതുവഴി കയറിയിട്ട് ഇതിനെ അടിച്ച് പൊട്ടിച്ച് ഇങ്ങോട്ട് കയറി വരും. ഞാൻ ഓടും. ഞാൻ ഓടി വന്നതാ ഇവിടത്തെ ട്രാപ്പ് ഡോർ ഒന്നും ഇങ്ങനെ. അപ്പൊ അവ അടി വന്നിടന്ന് ചാടും. അപ്പൊ ഞാൻ മുകളിലോട്ട് കയറും. എന്നിട്ടവൻ ബഹളം വെക്കുമ്പോ ഞാൻ ഈ ഡോർ അടച്ച് ഞാൻ പെട്ടിയതാ. എന്തോന്നുണ്ടോ എന്റെ കയ്യില്. എന്തെങ്കിലും അവനെ എടുത്തിട്ട് പൂശാൻ പറ്റിയ വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ അവനെ പൂശും. കാണിച്ച് പെട്ടെന്ന് ഓർമ്മ നോക്കുമ്പോഴേക്ക് എന്റെ തോക്ക് ഇവിടെ ഇരിക്കണ ഞാൻ തോക്കെടുക്കും, ലോഡ് ചെയ്യും, വാതിലും തുറന്ന് എവിടെയാടാ കോളം ഓടി വരും. കപ്പേ 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 അവനവിടെ സ്റ്റക്കായി നിൽക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴായിരിക്കും അവന്റെ ഇത് പൊട്ടിയിട്ട് ഒരുപാട് കൊച്ചു സാധനങ്ങൾ കയറി. ഞാൻ കയറി വരും. ഇതാ ഇവിടെ ഇങ്ങനെ അങ്ങ് ബ്ലോക്ക് വെച്ചു.
മറ്റേ ഇവിടെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യും. ഞാൻ ഇപ്പൊ അവനെ ഷൂട്ട് ചെയ്തേനെ. അയ്യോ, ഞാനിത് എന്ത് മണ്ടനാണ് ഇത് ചെയ്തതിന്റെ. ഞാൻ തന്നെ എനിക്ക് കിട്ടിയാലേ പറ്റൂ. ഞാൻ അങ്ങനെയാണ്. എന്റെ പട്ടിക്കുട്ടികൾക്ക് എന്റെ ദേഹത്തിൽ നിന്ന് ഞാനൊരു മുറിവ് ഇട്ടിട്ടില്ല. ഞാൻ കഴിക്കാൻ ഉപ്പായിട്ട് അവിടെ എനിക്ക് ഡാമേജ് വരുത്തണം എങ്ങനെയെങ്കിലും. 13 ലെവലുണ്ട് കൊണ്ട് കളയാൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന് ഞാൻ 2 കൂടെ ഗെയിമിൽ സാധനങ്ങളെല്ലാം ഇളക്കി ഇങ്ങോട്ട് മാറ്റാം. ഇതിനെല്ലാം അങ്ങോട്ട് തിരിച്ചെടുത്ത് വയ്ക്കാൻ പറ്റിക്കാത്തത്. സാധനങ്ങളും ഞാൻ അത്യാവശ്യമുള്ളതായിരിക്കും. എനിക്കിപ്പോഴും സമാധാനമുള്ള പെട്ടെന്ന് എന്റെ പൊട്ടിക്കുട്ടിക്ക് ഞാൻ വേണം. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ ഡെഡായി കാണിച്ചത്. ടൈം ഫാർ മോഡ് ഇരിക്കട്ടെ. എല്ലാം വെട്ടിക്കകത്തോട്ട് പോട്ടെ. സ്പൈ ഗ്ലാസസ് ഒന്നും പോകാൻ പാടില്ല. ബീട്രൂട്ട് പോകാൻ പാടില്ല. പോകാൻ പാടില്ല. സപ്പോസ് ഇരിക്കട്ടെ. ടോർച്ച് അതറായിട്ട് ടൂൾസ് എല്ലാം എങ്ങോട്ടൊക്കെ മാറ്റാൻ എന്താ പോവുകയാണ്. ഇത്രയും സാധനങ്ങള് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഉണ്ടാവൂല്ലെന്ന് നോക്കാം. ലാവയിലോട്ട് ഞാൻ എടുത്തതാണ്. യെസ്, കണ്ട അത്രേ ഉള്ളൂ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ഒന്ന് റീഫ്രഷ് ആവാൻ. കുറച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. 8 കിട്ടി. തന്നെ ധാരാളം. ഇതാണ് ഗൈസ് എന്റെ പ്രശ്നം. ബാക്കിയിട്ടൊന്നും ഒരെണ്ണമെങ്കിലും ബാക്കിയിട്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വെട്ടിക്കാത്ത അത് വെച്ച് 2 ബ്രെഡ് ഉണ്ടാക്കാം. എനിക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ 1 മുട്ട വേണം, 2 പഞ്ചസാര വേണം, 3 മാത്രം പോകും വെള്ളം വേണം. ഞാൻ കുറച്ചേരം ഒന്ന് വെള്ളത്തിൽ നിന്നിരുന്നു. എനിക്ക് വെള്ളത്തിൽ പണിയെടുക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് ഇങ്ങോട്ട് പോണ്ട. ഐ വാണ്ട് ഗോ ദേർ. ഇവിടെ അങ്ങ് ഇരിക്കാം. ഇവിടെ കുറച്ചേരം. ഓക്കെ ശ്വസിക്കാൻ പാടില്ല ഞാൻ. എന്റെ പട്ടിക്കുട്ടിയെ അടുത്തതിനുള്ള ശിക്ഷ ഞാൻ വരുന്ന. എനിക്ക് എണ്ണ ഇട്ടാം.
എന്റെ പേര് നിങ്ങൾ കണ്ടാ ചാറ്റ് നടക്കും. എനിക്ക് റൂം കേട്ടോ. ഗെയിം സെറ്റിംഗ്സ് വേണ്ട. ഹായ് ആട്ടുംകുട്ടി. ആട്ടുംകുട്ടിയെ തല്ല. ആട്ടുംകുട്ടിയെ തല്ല. ആട്ടുംകുട്ടിയെ തല്ല. എനിക്ക് ആരുടെ ഹെൽപ്പ് ഉണ്ടോ നിന്നെ കൊല്ലാൻ? പറഞ്ഞുതരാം. നിന്നെ അതേ ഡ്രസ്സാ അവനെ കൊന്നിട്ട് അയ്യോ എനിക്ക് ഇതെന്റെ പട്ടിക്കുട്ടികൾക്ക് ആദ്യം കൊടുക്കാം. നിങ്ങൾ അതിനൊന്ന് ഈറ്റ് ചെയ്ത് നിനക്കായിരുന്നു ഞാൻ തരാൻ ഉദ്ദേശിച്ചു. സന്തോഷായില്ലേ? ഇനിതാ ഇവന് ഞാൻ ഒരടി കൊടുത്തു. ഒരടി കൊടുത്തു കണ്ടോ? അവനെ കടിച്ചു തീർത്തരും. ഇത് നിനക്കുള്ളത് തിന്നോളൂ. ഞാൻ കൊടുക്കുന്നു. താങ്ക്സ്. ഈ വൂളിന് നന്ദി. കൊല്ലടാ കൊല്ലപ്പെടാ. നിന്നെ പണി എടുക്കണം കേട്ടാ. സോറിടാ. പോയോ? ഞാനിപ്പോ എന്ത് ചെയ്യേ? എന്തെങ്കിലുമൊക്കെ കോമഡി ആയിട്ടൊക്കെ തന്നെ ചെയ്യണം. പെൺകോളം വരുന്ന നോക്കിക്കൊണ്ട് ഞാനൊരു പാർക്കോർ ദൈവമല്ല. ഞാൻ പിന്നെയും പറയുന്നു, ഞാനൊരു പാർക്കോർ ദൈവമല്ല. ഓ ഡായാനെ അയ്യോ എന്നാ ബ്രേസ് വളർത്തിച്ചേ. പിന്നെയും കത്തി. ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇറവൻ വാണ്ടപ്പ് നമുക്ക് ഈ ബെഡിനെ അങ്ങ് മൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു കോമഡി കാര്യം ആരും വീട്ടിൽ അനുകരിക്കുക. എന്റെ ബെഡ് കത്തിപ്പോകുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്റെ ബെഡ് കത്തിപ്പോയാൽ പിന്നെ ഞാൻ പിന്നെയും ഉറക്കൊഴിഞ്ഞ് നടക്കണം. കത്തിപ്പോണ കാര്യമാണ്. ഇവിടെ ബെഡും വെച്ചാണ് അങ്ങ് റെസ്പോൺസിബിലിറ്റി. യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ്. എന്നിട്ട് ഈ ലാവ കയറി ഓ നമ്മൾ എവിടെ നിന്നാണ് ഇത് റീസ്പോൺ ചെയ്യണം അതനുസരിച്ചാണ് നമ്മൾ സ്പോൺ ആവുന്നത്. ബെഡും വെച്ച് അതെങ്ങനെ ഞാൻ ദൂരെ ചെന്ന് സ്പോൺ ആയത്? എങ്ങനെ ഞാൻ എന്റെ ഫോണിലാണ് ഇതൊന്ന് സ്പോൺ ആയെങ്കിലും. Responses. You can only sleep at night.
നമ്മുടെ ഞാനേ ഹീറോ പ്ലെയിനിന്റെ ഒക്കെ ഈവന്റ് ഒരു ഞാൻ ഡാമേജറിയാത്ത ഇവന്റെ ഞാൻ നിങ്ങളെ കുട്ടിന്റെ അകത്തോട്ട് പെട്ടു വയ്ക്കാം. ഇവിടെ ടു ഫാർ തൊട്ടടുത്ത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു കാര്യം കൂടെ പില്ലർ ചെയ്തൊന്ന് മണ്ടയിലോട്ട് ചേർത്തേ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോ ഇങ്ങനെ ടോപ്പിലെ റെസ്പോൺസ് ചെയ്തില്ല ഇത് ശ്രദ്ധിക്കണ്ടേ വൈൻഡ് അപ്പ് ചെയ്യാൻ പോണേ ഒന്ന് മണ്ടയിലോട്ട് ചേർത്ത് ഓക്കെ അപ്പൊ നമ്മൾ